വളരെ എളുപ്പത്തിൽ പഴബോണ്ട് ഉണ്ടാക്കിയെടുത്താലോ? നമുക്ക് ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ പഴബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. നമുക്ക് ഒട്ടും തന്നെ എണ്ണ വേണ്ട കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടതാനും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴബോണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നമുക്ക് പണ്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിൽ പാത്രം നിറയെ സ്നാക്ക് കിട്ടുകയും ചെയ്യും. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. പക്ഷേ ചട്ടിയിൽ നമ്മൾ ഒഴിച്ച് ചുട്ടെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എണ്ണ കൂടുതൽ വേണ്ടേ. അപ്പം എണ്ണയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതുപോലൊക്കെ ഇച്ചിരി പഴുത്ത് പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 നല്ല പഴുത്ത പോയി പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഴങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ടാന്ന് പറയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പം ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സോഡാപ്പൊടി ഉണ്ട് കേട്ടോ. സോഡാപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കട്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇതിനകത്ത് കല്ലുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ശർക്കര പാനിയായിട്ട് എടുത്തിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴം എടുത്തതിൽ ഒരു പകുതി ഏത്തപ്പഴം ഞാനിപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ശർക്കരയുടെയും ഏലക്കയുടെയും കൂട്ടത്തിലേക്ക് ഈ ഒരു പഴത്തിൻ്റെ പകുതി കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനാണ്. ഞാനിപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒരു നുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല മണമാണ് ഈ ഒരു ഇലക്കൊക്കെ ഇട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സിമ്പിളല്ലേ. നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ വരുന്ന ടൈമിന് ഒരു അരമണിക്കൂർ മുൻപ് കുഴച്ച് വയ്ക്കുവാണെങ്കിൽ വൈകുന്നേരം മക്കൾ വന്ന നേരത്തെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ എളുപ്പത്തിൽ പാത്രം നിറയെ സ്നാക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ പെട്ടെന്നൊക്കെ വിരുന്നേരം വരുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിലുള്ള സ്നാക്കാണ് ഇത് നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ ഒരു 1.5 പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു പഴം നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ഈ ചായക്കടയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഒരു പഴം ബോണ്ട വാങ്ങുമ്പോൾ നമുക്ക് കടിക്കാനായിട്ട് പഴം കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, മണമൊക്കെ ഉള്ള ജീരകം, അതൊന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ചതച്ച് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞൊലച്ച് ആ പഴമൊക്കെ ഒന്ന് കയ്യിലെടുത്തിട്ട് തന്നെ ഒന്ന് ശരിക്കും ഒന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം നമുക്ക് ഈ ഒരു മാവ് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഏലക്കയുടെ ജീരകത്തിൻ്റെയൊക്കെ ഒരു മണവും ടേസ്റ്റൊക്കെ നമ്മുടെ ഒരു മാവിലേക്ക് പിടിച്ചിട്ട് നല്ല രുചിയായിരിക്കും കേട്ടോ. ഇത് നല്ല സോഫ്റ്റായി പൊന്തി കിട്ടും. ഞാനിപ്പോൾ അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരെണ്ണമാണ് ഞാനിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് ചുട്ട് കാണിക്കുന്നുള്ളൂ. എണ്ണ ഒരുപാട് വേണ്ടി വരും. അപ്പം ഞാനിതാ ഇതുപോലെ ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ കാണിച്ചു തരട്ടുണ്ടല്ലേ. ശരിക്കും പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചീഞ്ചട്ടിയിലിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് ചുട്ടെടുത്തു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഒരെണ്ണാണ്ട് ഇട്ടിട്ടുള്ളൂ. ഇനി ഞാനിത് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇട്ട് ചുട്ടെടുത്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അതെ, പുറം നല്ല കരിമുരാന്നിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയാണ് ഇത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരിത്തിരി എണ്ണ വീതം നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ. ഞാനിപ്പോൾ 1 സ്പൂൺ വീതം, നമ്മൾ കുഞ്ഞ് സ്പൂണിൽ ഒരേ സ്പൂൺ വീതം എടുത്തിട്ടുള്ളൂ. നമ്മളിത് ഒരുപാട് വാരിക്കോരി ഒഴിക്കേണ്ട, കാരണം ഈ ഒരു മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡബിൾ വലുപ്പത്തിൽ പൊങ്ങി കിട്ടും. അപ്പം ഒരുപാട് കോരി ഒഴിക്കേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് ഒരു സ്പൂണിൽ ഒരേ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടല്ലോ, ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഈ പൊന്തി വന്നത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. തീ ഒരുപാട് കൂട്ടി ഹൈ ലെവലിൽ തീ ഇട്ട് കൊടുക്കാൻ നിൽക്കട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലാണ് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് പഞ്ഞി പോലെ കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് നേരം ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കോരി എടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ ഇല്ലാതാനും നമുക്ക് ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ എല്ലാം നല്ല കരിമുരാന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ പഴബോണ്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഉണ്ണിയപ്പ ചട്ടിയിൽ നമുക്ക് പഴബോണ്ട ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികളൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോട്ടോ. നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല. അത് പറഞ്ഞ് താഴെ പോയി. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അമ്മമാരിലും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല കേക്ക് പോലെ ഇരിക്കും. നമുക്ക് ആ ഒരു പഴം നമ്മളിട്ട് ഇങ്ങനെ ഞൊളിച്ചൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പഴം കടിക്കാൻ കിട്ടും. അതുപോലെ ജീരകം കടിക്കാൻ കിട്ടും. നല്ല രുചിയാണ്. ഉള്ള ചായയുടെ ഒപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പാത്രം നിറയെ സ്നാക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.